മന്ത്രിമാരൊക്കെ മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതൊക്കെ എന്ന് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ സജീവ ചർച്ചകളാണ് നടന്നു വരുന്നത്. എന്തായാലും ഒരു ഏകദേശ ധാരണ ഇക്കാര്യത്തിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, എ പി അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എം ലിജു, ബിന്ദുകൃഷ്ണ, ചാണ്ടി ഉമ്മൻ എന്നിവരാണ് നിലവിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത്. ഇതിൽ ഏറ്റവും തലമുതിർന്ന നേതാവെന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനത്തേക്കും ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കുമാണ് പരിഗണിക്കുന്നത്. ഇതിനിടെ ടേം വ്യവസ്ഥയെ സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ട്. ആദ്യ ടേം അനൂപ് ജേക്കബും രണ്ടാം ടേം മാണി സി കാപ്പനും ഭരിക്കും. ഉച്ചയോടെ ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറും. സൈഫ് സൈനലബ്ദീൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൈഫ്, അപ്പോൾ ഏകദേശ ധാരണയായി UDF-ലെ മന്ത്രിമാരുടെ വകുപ്പുകളെ കുറിച്ച്. വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശം ധാരണയായി വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഒരു ടേം വ്യവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ടേം വ്യവസ്ഥയിൽ ആദ്യ ടേമിൽ 2.5 വർഷം ഓരോ MLA-മാരുള്ളവർക്ക് നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് കോൺഗ്രസ്. ആദ്യ ടേമിൽ അനൂപ് ജേക്കബും രണ്ടാം ടേമിൽ മാണി സി കാപ്പനും മന്ത്രിമാരായി വരും എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സ്പീക്കറാകണം എന്നുള്ള അഭിപ്രായമാണ് വി ഡി സതീശനുള്ളത്. അദ്ദേഹം മുതിർന്ന നേതാവാണ്. അദ്ദേഹം അതിനെ എങ്ങനെ കൈക്കൊള്ളും, എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് വരും സമയങ്ങളിൽ എന്തായാലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. മന്ത്രിമാരുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പിച്ച ആൾക്കാർ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ പി സി വിഷ്ണുനാഥും എം ലിജുവും ബിന്ദു കൃഷ്ണയും ചാണ്ടി ഉമ്മനും എല്ലാം അതിലേക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി അതിനകത്ത് തീരുമാനം ഉണ്ടാകുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ അനൂപ് ജേക്കബിനെയും മാണി സി കാപ്പനെയും ടേം വ്യവസ്ഥയിൽ മന്ത്രിമാരാക്കുകയാണെങ്കിൽ RMPയെ ഏത് രീതിയിലായിരിക്കും സെറ്റിൽ ചെയ്യുക? PJ വിഭാഗത്തെ ഏത് രീതിയിൽ? 2 മന്ത്രിസ്ഥാനം വേണമെന്ന് PJ വിഭാഗം ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ സ്ഥാനം തിരുവഞ്ചൂരിന് പോകുന്നു. ഒരു മന്ത്രിസ്ഥാനം ടേം വ്യവസ്ഥയിൽ ജേക്കബ് വിഭാഗത്തിനും മാണി സി കാപ്പനും പോകുമ്പോൾ PJ വിഭാഗത്തെ ഏത് രീതിയിലായിരിക്കും 2ാം മന്ത്രിസ്ഥാനം എന്നുള്ള രീതിയിൽ സെറ്റിൽ ചെയ്യുക? PJ വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കോൺഗ്രസിന്റെ മുന്നിൽ. അത് കോൺഗ്രസ് ഇപ്പോൾ അവരെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് തന്നെ അവരെ അറിയിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു മന്ത്രിസ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒരു മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് പദവിയോടുകൂടി ഒരു ചീഫ് വിപ്പ് സ്ഥാനവും, ഈ 2 പദവികൾ നൽകാം എന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ PJയുടെ സമ്മർദ്ദം അവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. PJ ഒന്നുകൂടി അതിനകത്ത് സമ്മർദ്ദം ചെലുത്തിയാൽ അത് എത്രത്തോളം പ്രായോഗികമായി വരും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ അവരുടെ ആ സമ്മർദ്ദം എന്തായാലും ഉണ്ടാകും. പക്ഷേ നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു മന്ത്രിസ്ഥാനവും ഒരു ക്യാബിനറ്റ് റാങ്കോട് കൂടി ഒരു ചീഫ് പദവിയും ഇത് അവർക്ക് നൽകാൻ വേണ്ടിയുള്ള തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. കേരള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനമില്ല, ഒരു മന്ത്രിസ്ഥാനമേ നൽകുള്ളൂ. അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം പങ്കിടുമെന്ന് പറയുമ്പോൾ ഒരു മന്ത്രിസ്ഥാനം എക്സ്ട്രാ കിട്ടുമോ കോൺഗ്രസിന്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദിവ്യ. അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമ്മൾ ഇന്നലെ വരെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 11 മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരുണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ചിലപ്പോൾ 12 മന്ത്രിമാർ ഉണ്ടാകും. മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാർ ഉണ്ടാകും. കാരണം 63 എന്ന് പറയുന്ന നമ്പറാണ് കോൺഗ്രസ് MLA-മാർക്കുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന് ക്ലെയിം ഉണ്ട്. ഘടകകക്ഷികളെ പരിഗണിക്കും അവർ. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസിന്റെ ആ ക്ലെയിമിനെ അവർ മാറ്റി നിർത്തുന്നില്ല. ഈ 63 MLA-മാരുള്ളത് കൊണ്ട് ഒരു മന്ത്രിസ്ഥാനം കൂടി അധികം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഇപ്പോൾ ദിവ്യ ചോദിച്ചതിന്റെ ഉത്തരമായി നമുക്ക് പറയാൻ കഴിയുക. അത് കോൺഗ്രസിന്റെ പലതരത്തിലുള്ള സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആ 12ലേക്ക് എത്തിച്ചേരണം. മുഖ്യമന്ത്രി ഒഴുകി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി 11ലേക്ക് എത്തിച്ചേരണം. അത് നമ്മൾ ജാതി മതവും പറയുന്നു എന്ന് പ്രേക്ഷകർ കരുതരുത്. ഇത് സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ട്.